സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബെഡ് റോക്ക് എഡിഷൻ്റെ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ 200 ഡേയ്സാണ് നമ്മൾ സർവൈവ് ചെയ്തത്. അതും നമ്മൾ ഹാർഡ് കോർ സീരീസ് ആയിട്ട്, അതും ജാവ എഡിഷനിലാണ് നമ്മൾ സർവൈവ് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ബെഡ് റോക്ക് എഡിഷനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് കളിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ ഈ പുതിയ ഹാർഡ് കോറിൻ്റെ പുതിയ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. ഹാർഡ് കോറിൻ്റെ ഈ സംഭവം നല്ല രസമുണ്ട്, ഈ സൗണ്ട് നല്ല രസമുണ്ട്. ഹാർഡ് കോർന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല മറ്റേ TNT ഇതാവണ ആ ഒരു സൗണ്ട് പോലെ തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നമുക്ക് നോക്കാം. ഇതാണ് സീഡ് വരുന്നത്. സോ ഓക്കെ, നമ്മൾ ജോയിൻ ആയിട്ടുണ്ട് വേൾഡിൽ. നമുക്കിനി ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പിന്നെ ഗൈസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇവിടുന്ന് ഇതിലൂടെ വേൾഡിലൂടെ നടന്നു പോയപ്പോൾ തന്നെ നമുക്കൊരു വില്ലേജ് കിട്ടി. പിന്നെ ഗൈസ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നടന്നു പോകാൻ നോക്കി, കാരണം നമ്മളിവിടെ വുഡ് കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ പെട്ടെന്ന് വില്ലേജിലോട്ട് നടന്നു പോകാൻ നോക്കി. പിന്നെ ഗൈസ് നമ്മളിത് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 4 ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് കിട്ടി. സോ ആ 4 ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ലൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ വുഡ് കട്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ലൂട്ട് ചെയ്ത് അവിടെ നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഗൈസ് നമ്മളതിലുള്ള ഇത്രയും സാധനം കൊണ്ട് നമ്മൾ ഇവിടെ അയൺ ആർമർ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അയൺ ആർമർ നമ്മളതിൽ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിൽ ഇല്ലാത്ത ലെഗിൻസ് ആണ്. സോ നമ്മൾ ലെഗിൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിൽ ഫുഡ് ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ കണ്ട ഷീപ്പിനെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊന്ന്. പിന്നെ ഗൈസ് നമ്മൾ 100% വെജിറ്റേറിയൻ ആയതിനെ കൊണ്ട് തന്നെ നമ്മളത് ഹേബേൽ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, നമുക്ക് ബ്രെഡ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വില്ലേജർ നമ്മളെ തടയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ ബ്രെഡ് ഫുള്ള് എടുത്ത്. സോ ഗൈസ് നമ്മളിലിപ്പോൾ അയൺ ആർമർ ഫുള്ള് ആയതിനെ കൊണ്ട് തന്നെ കുറച്ച് അയണും കൂടി നമുക്ക് അയൺ കുളത്തിനെ വില്ലേജിൽ കാണാനാണ് നമ്മൾ വിടാത്തവനെ കൊണ്ട് നമ്മൾ ഒരു അയൺ കുളത്തിനെ കൂടി ഞങ്ങൾക്ക് കൊന്നിട്ടുണ്ട് പെട്ടെന്ന്. ആ അയൺ കുളത്തിനെ കൊന്നതിന് ശേഷം നമ്മളിത് പിന്നെ മൈനിങ്ങിന് ഇറങ്ങാമെന്നുള്ളൊരു ചിന്തയായിട്ട് നമ്മൾ ഒരു വലിയൊരു കേവ് കണ്ടെത്താനുള്ള ഒരു ലക്ഷ്യത്തിലിറങ്ങി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു മല കാണുന്നുണ്ട്. ഇവിടെ വാർഡ് ഉണ്ടാവാൻ നല്ല ചാൻസും ഉണ്ട്. സോ അതിൻ്റെ ശേഷം ഞാൻ ഇവിടുത്തെ ക്യാരറ്റ് ഫുള്ള് മോഷ്ടിച്ച് പിന്നെ ഞാൻ ഒരു വലിയ മല കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കി. അപ്പോൾ നമുക്കിത് വലിയൊരു കേവ് കണ്ടെത്താൻ പറ്റി. സോ ഞാൻ നൈറ്റ് വിഷൻ ഇട്ടതിനെ കൊണ്ട് തന്നെ, പിന്നെ ഞാൻ വലിയ പ്രോ ആയതിനെ കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ചത്തതാണ്. സോ അതിനെക്കൊണ്ട് ചാവണ്ടാന്ന് ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മളെത്തി. നമ്മളതിൽ ടോർച്ചൊന്നും ഇല്ല, പക്ഷേ നമ്മളതിൽ നൈറ്റ് വിഷൻ ഉണ്ടായതിനെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല മോബ്സ് കാര്യങ്ങൾ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കെയർഫുള്ളായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഒരു വിച്ച് അവിടെ ഉണ്ട്. അത് വല്ല പങ്കലും നമുക്ക് തരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. പെട്ടെന്ന് ഡെഡാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സോംബീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെഡ് റോക്കിലാണെങ്കിൽ വല്ല ബഗ്ഗും അടിച്ചാൽ പിന്നെ ചത്ത ഒരു ഇതുണ്ടാവില്ല. അതിനെക്കൊണ്ട് ബെഡ് റോക്കിൽ കളിക്കാൻ പറ്റില്ല ഗൈസ്. സോ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ, നമുക്ക് സ്കെൽറ്റനെ നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇവിടെ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മൈനിങ്ങിന് ഇറങ്ങാം. ഡയമണ്ട് മൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ സോംബീസ് കാര്യങ്ങളൊക്കെ എന്തോ തിന്നാനുള്ള കിട്ടിയ പോലെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ ഓരോന്നിനെ കൊല്ലാനും തുടങ്ങി. പിന്നെ നമ്മളതിൽ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അധികമായിട്ട്. ബ്രെഡ് ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ ഷീപ്പിനെ കൊന്നതിൻ്റെ സാധനങ്ങളൊന്നും നമ്മളില്ലായിരുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര പ്രോ ആയതിനെ കൊണ്ടും ഇവരെയൊന്നും എല്ലാവരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ ഡേ 0 ആണ്. നമ്മൾ ഫുൾ ആർമറും സെറ്റായിട്ടുണ്ട്. പിന്നെ കഴിച്ച് ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളതിനെ കൊണ്ട് ഞാൻ ഈ സോംബിനെ കൊണ്ടും ഈ ഒരു സ്കെൽറ്റനെ കൊണ്ടും WWE കളിപ്പിച്ച് ഇതെവിടെ അവിടെ WWE കളിക്കേണ്ട. ആര് ജയിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ആര് ജയിക്കും? ഓക്കെ, സോംബിയാണ് ജയിച്ചത്. സോ അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അയൺ മൈൻ ചെയ്യാൻ പോവാം. സോ ഗൈസ് നമ്മളിപ്പോൾ ആവശ്യത്തിന് അധികമായിട്ടുള്ള അയൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാനുള്ളൊരു കാര്യത്തിലോട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ പിന്നെ ഈ സംഭവം നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ. ഇവിടെ ചാർജഡ് ക്രീപ്പറിൻ്റെ ടെക്സ്റ്ററിൽ നോർമലി ക്രീപ്പർ ഇല്ല, പക്ഷേ പൊട്ടിത്തെറിയൊക്കെ നോർമലി ക്രീപ്പർ, പക്ഷേ ചാർജഡ് ക്രീപ്പറിൻ്റെ അതേ ടെക്സ്റ്റർ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി പുതിയ അപ്ഡേറ്റിൽ വന്ന അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പുതിയ മൈൻക്രാഫ്റ്റിൽ ക്രീപ്പർ ചാർജഡ് ക്രീപ്പറായോ എനിക്കറിയില്ല. എനിക്കറിയാമെങ്കിൽ പറയാം. ഞാൻ വേറെ വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എനിക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ ഇവിടെ ഒരു സോംബിനെ കണ്ടിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ മുകളിലൊരു ഡയമണ്ട് ഉണ്ട്. സോ അത് പെട്ടെന്ന് എടുത്തേക്കാം. അപ്പോൾ കുറേ സോംബീസ് വരുന്നുണ്ട്.
നമുക്ക് ഫസ്റ്റത്തെ ഡയമണ്ട് കളക്ട് ചെയ്തേക്കാം അവിടുന്ന്. അങ്ങനെ നമ്മളതേ ഫസ്റ്റത്തെ ഡയമണ്ട് കളക്ട് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ. ഇതേ ഗ്ലോ സ്കിഡൊക്കെ അവിടെ ഉണ്ട്. നമ്മളതേ ഈ വുഡും വെച്ചിട്ട് അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് അടിയിലോട്ട് ഇറങ്ങാം, അതായിരിക്കും നല്ലത്. നമുക്കിനി ഇതിൽ എപ്പോഴും നമ്മൾ ഒരു ദിവസം പോലും സർവൈവ് ചെയ്തിട്ടില്ല, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്കിനി എന്തായാലും ഡയമണ്ട് മൈൻ ചെയ്യാൻ അടിയിലോട്ട് പോകാം, അതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു സ്കെൽറ്റൻ ഉണ്ടല്ലോ, ഈ പഞ്ചുള്ള, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ബെഡ് റോക്കിൽ. എന്തോ സംഭവമാണ്, ഇതിനെ അടിക്കാൻ പറ്റില്ല, അൺബീറ്റബിൾ ആണ്. അതും അയൺ ആർമറൊക്കെ വെച്ചിട്ട് ചത്തു പോകും. ഇവനെ കൊല്ലാൻ പോകും, ആ സെക്കൻഡിൽ ഇവൻ വെടിക്കും, നമുക്ക് കൊല്ലാൻ പറ്റില്ല, അതാണ് പ്രശ്നം. സോ ഞാൻ ഇപ്പോൾ ഇവിടെ ട്രാപ്പായിട്ടുണ്ട്. അതിനെ പറഞ്ഞാൽ ഞാൻ കിട്ടിയ ബ്ലോക്കും വെച്ചിട്ട് അടിയിലോട്ട് മൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ നിങ്ങളവിടെ മഴ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇവിടെ നല്ല മഴയാണ്. നമുക്ക് ഞാൻ മൈനിങ്ങിന് പോവാം. അങ്ങനെ കഴിച്ച് നമ്മളത് മൈനിങ് ഒക്കെ ഇതാക്കിയിട്ട് ഇനി നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ തുടങ്ങാം. സോ നമ്മൾ ഫസ്റ്റത്തെ ഡയമണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയത്, വലിയ എന്തോ വെയിനാ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം തന്നെ 4 ഡയമണ്ട് കിട്ടി, 6 8 9. എത്ര വെയിനാ, എത്ര ഡയമണ്ടാ ഇത്? 2 എന്തോ ചങ്ക് കമ്പൈൻ ആയിട്ടുള്ള തോന്നുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും നമ്മൾ മൈനിങ് അങ്ങ് തുടങ്ങാം, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഡയമണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതേ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇതേ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് മുകളിലും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിനി നമ്മളെ വീട് വെക്കാനുള്ളൊരു സ്ഥലം കണ്ടെത്തണം. അപ്പോൾ ഇത് Day 2 ആയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കൊണ്ട് തന്നെ നമുക്കിനി വലിയ മലേൻ്റെ മുകളിൽ ഒരു വീട് വെച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ അറിയത്തില്ല. മലേൻ്റെ മുകളിൽ നമ്മൾ ഫുൾ വ്യൂ കാണാലോ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞാൻ. ആ മലേൻ്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് നല്ലൊരു മല കണ്ടെത്താണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇത് അവിടെ കാണുന്ന മല കണ്ടാ, അവിടെ വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ അപ്പോൾ ചങ്കൊന്ന് 48 അതാണ് പീക്ക് FPS കിട്ടുന്നത്. നമുക്ക് നല്ല FPS കിട്ടുന്നുണ്ട്. ഒരു 60 120 കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നമുക്കിത് അവിടെ കണ്ട ആ ചെറി ബ്ലോസത്തിൻ്റെ അതിൻ്റെ മുകളിൽ വെച്ചാലോ ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയോക്കാം, ഫസ്റ്റ് കിടന്നാട്ടെ. ഈ ഒരു മലേൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം അതിനെ കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഉണ്ടാക്കണ്ടെന്നുള്ളൊരു തീരുമാനത്തിനാണ് അവസാനം എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇങ്ങനത്തെ ഒരു ടെറൈനാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാവും. നമ്മളിത് ഫുൾ ആർമർ ആൻഡ് ടൂൾസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് 3ാമത്തെ ദിവസം തന്നെ ഫുൾ ആർമർ ആൻഡ് ടൂൾസ് സെറ്റ് ആക്കി. നമുക്ക് പെട്ടെന്ന് ഡ്രാഗനെ കൊല്ലണം ഈ വേൾഡ്. ഇതുണ്ട, ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരിക്കും. സോ നമുക്ക് എന്തായാലും അടിയിലോട്ട് പെട്ടെന്ന് ഇറങ്ങാം. സോ ഞാനത് ആ മലേൻ്റെ മുകളിൽ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. സോ അവിടെ അതിൻ്റെ മുകളിൽ കുറേ ഇതുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാതായിരിക്കും നല്ലത്. അയ്യോ ഓനോ എങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.